എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നല്ല മഴയൊക്കെ അല്ലേ പുറത്ത്. നല്ല സുഖമായിട്ട് ഇങ്ങനെ പോവാ അല്ലേ? ചൂടൊക്കെ കുറഞ്ഞു, നല്ല മഴയൊക്കെ തുടങ്ങി. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഒരു കൊച്ചാഘോഷ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ആദിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ കുറച്ച് ഡെക്കറേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഭക്ഷണമൊക്കെ പുറത്ത് കൊടുത്തതുകൊണ്ട് ഞങ്ങളിതാ ഫ്രീ ആയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഡെക്കറേഷൻ പണിയൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്തു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിള്ളേരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, എല്ലാവരും കൂടെ ചിറ്റയുടെ വീട്ടിലേക്ക് പോയിരിക്കുവാണ്. ഇപ്പം തിരിച്ചെത്തുമ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് എല്ലാം മൂന്നിന് നല്ല സുന്ദരികളാക്കി മേക്കപ്പൊക്കെ ചെയ്തു എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദിക്കുട്ടൻ്റെ തീം എന്ന് പറയുന്നത് ലേഡി ബഗ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ചുമന്ന ഡ്രസ്സ് വേണമെന്നൊക്കെ വാശിയെടുത്തു, പക്ഷേ കിട്ടിയില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ ലാവൻഡർ ആയിരുന്നു. അങ്ങനെ കേക്ക് ഞങ്ങൾ ലേഡി ബഗിൻ്റെ കേക്ക് തന്നെ പറഞ്ഞ് അവൾക്ക് ആക്കി കൊടുത്തു. ആദ്യമോളേക്കാളും 6 മാസം മൂത്തതാണ് കേട്ടോ നൈനുകുട്ടി. അപ്പോൾ ജാനുവരിയിൽ നൈനുകുട്ടിയുടെ ബർത്ത്ഡേയിൽ തന്നെ ആദ്യം ചോദിക്കാനും പറയാനും തുടങ്ങും. എൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ചിട്ട് വരും. അപ്പം തന്നെ പുള്ളിക്കാരിക്ക് ഫുൾ പ്ലാൻ ഉണ്ടായിരിക്കും. എൻ്റെ ബർത്ത്ഡേക്ക് ഇത് വേണം, കേക്ക് ഇങ്ങനത്തേത് വേണം, ഡ്രസ്സ് എനിക്ക് വേണം, അങ്ങനെ. അപ്പോൾ ഇത്തവണ ബർത്ത്ഡേ കഴിഞ്ഞ് ഈ ബർത്ത്ഡേക്ക് കുറേ മുന്നേ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പ്രിൻസസിനെ പോലെ എന്നെ ഒരുക്കി തരണേ അമ്മ, എന്നെ പ്രിൻസസ് പോലെ ആക്കണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അത് നമ്മുടെ ഈ ഡിസ്നി മൂവീസൊക്കെ കണ്ടിട്ടുള്ളൊരു എഫക്റ്റാണ്. അപ്പോൾ ഞാനും എന്നാൽ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നത് കയ്യിലുള്ളതെല്ലാം വെച്ച് നന്നായിട്ട് ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ ആദിക്കുട്ടനെയും ഡെക്കറേറ്റ് ചെയ്തു. കാൻഡിലൊക്കെ കത്തിച്ച് വെച്ചേ പിന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ള കത്തി എവിടെയെന്ന് ചോദിക്കുന്നത്. കത്തി സത്യം പറഞ്ഞാൽ എല്ലാവരും മറന്നുപോയി. കാൻഡിൽ ഊതിക്കെടുത്തിയപ്പോഴാണ് കത്തി തിരയുന്നത്. അങ്ങനെ പിന്നെ കത്തിയൊക്കെ ഒപ്പിച്ച് പിള്ളേരെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തു. ചാച്ചനും അച്ഛനും കൂടി സകല ബലൂണും പൊട്ടിക്കാനുള്ള ദൗത്യം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് എല്ലാവരുടെ വായിലെത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഉണ്ടായിരുന്ന ബലൂൺസ് ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അതെല്ലാം പൊട്ടിച്ച് പിള്ളേരെ വൈവാക്കാൻ നോക്കിയതാണ്. പക്ഷേ എൻ്റെ തനുവൊന്നും കരഞ്ഞില്ല, കുഴപ്പമില്ലായിരുന്നു. അവരൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ നിന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബർത്ത്ഡേ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദിക്കുട്ടനും നൈനുവും തനും 3 പേരും കൂടെ ആ കേക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് 3 പേരും ഷെയർ ചെയ്ത് വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി കേക്ക് വായിൽ വെച്ച് കൊടുക്കാനൊക്കെ മറന്നുപോയി. കണ്ണനാണെങ്കിൽ വെളിച്ചപ്പാട് കയറിയ പോലെയായിരുന്നു കാണിച്ചു കൂട്ടിയത്. അങ്ങനെ പിന്നെ എല്ലാവരും ഒത്ത് ഞങ്ങൾ പിന്നെ കേക്കൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും വരാൻ പറ്റിയില്ല കേട്ടോ. കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും കുറേ മറ്റ് ഫങ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാവരും വന്നത് വൈകിട്ടായിരുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിരുന്നത്. അച്ഛന് പനിയും ചുമയും ഒക്കെ ആയത് കാരണം അച്ഛൻ അങ്ങ് ഒതുങ്ങിപ്പോയി കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊക്കെ പറയുകയും ചെയ്തു, അച്ഛൻ്റെ കിളി പോയി ഇരിക്കുവാണ്. അച്ഛനൊരു ചെറിയൊരു ജലദോഷം പിടിച്ചാൽ തന്നെ അച്ഛൻ ഫുൾ ഓഫായി പോകും. അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടോ. ഫുഡ് ഇവിടെ തൊടുപുഴയിൽ തന്നെ ഒരു ഹോട്ടലിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. ബിരിയാണിയും റൈസും ആ ഗ്രേവിയും വന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ എന്തിനാ ബിരിയാണിയിൽ ഇത്ര ഗ്രേവി എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവൊന്നുമില്ല കേട്ടോ. അതുതന്നെയായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചതും. എന്തിനാ ഇതിൽ മാത്രം ഗ്രേവി? ഞാൻ പറഞ്ഞത് ഗീ റൈസ് അല്ല, ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും.
അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കോടനാട്ടിലേക്ക് യാത്രയായി കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ അവരെല്ലാവരും യാത്രയായി, ഞങ്ങൾ തന്നെ വീട്ടിലായി. പിന്നെ എന്താ വൈകിട്ട് പരിപാടി, ആദിക്കുട്ടിയുടെ ബുക്സൊക്കെ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവൾക്കൊരു ടെക്സ്റ്റ് പേപ്പർ ഉള്ളത് കാണുന്നത്. അപ്പോൾ പിന്നെ വേഗം പിടിച്ചിരുത്തി പഠിക്കാൻ പറഞ്ഞു. കണ്ടോ, ആദിക്കുട്ടിയുടെ കുഞ്ഞ് ലാമ്പൊക്കെ വെച്ച് ആദിക്കുട്ടി ഇരുന്ന് പഠിക്കുന്നത് കണ്ടോ, നല്ല കുഞ്ഞായിട്ട്. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻസും രേഖപ്പെടുത്തണം. ബായ്.